ഹായ് എവരിവൺ, വെൽക്കം ടു AVS സിവിൽ സർവീസ് അക്കാഡമി. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ 2014 മുതൽ 24 വരെ UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എക്കണോമിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 2014 മുതൽ 2018 വരെയുള്ള ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിന്റെ മുഴുവനും കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 2019 ക്ലാസ്സിലേക്ക് 2019 എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പാരലായിട്ട് ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നറിയാലോ, സമയത്തിന്റെ പരിമിതി മൂലം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് കവർ ചെയ്ത് പോകണം എന്നുള്ളവർ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അത് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഓഫീസിൽ നമ്പർ ബന്ധപ്പെട്ടാൽ മതി. ഈ നമ്പർ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവർ ഓഫീസിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ റൈറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് 2019 UPSC എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പം ഇതിനും കുറച്ചധികം ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യത്തെ പാർട്ടിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ആയിട്ട് ഇത് 2019 ക്വസ്റ്റ്യൻസ് മുഴുവനും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: Which of the following is not included in the assets of a commercial bank in India? ഓക്കെ, നമ്മൾ മുൻ ക്ലാസ്സുകൾ, അതായത് ഈ വീഡിയോ സീരീസിന്റെ തന്നെ ആദ്യത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇത് ഒരു ഓർഡറിൽ കണ്ടുവരുന്ന ആൾക്കറിയാം ഈ കാര്യങ്ങൾ. നേരത്തെ വീഡിയോകൾ കണ്ടിട്ടുള്ള ആൾക്ക് നേരിട്ട് ആൻസർ പിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ ക്ലാസ്സിൽ നിന്നല്ല, ഈ വീഡിയോ സീരീസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പാകത്തിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന തരത്തിൽ ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മുൻപത്തെ ക്ലാസ്സുകൾ കൂടിയിട്ടുള്ള ആളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ആൻസർ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അസറ്റ്സ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ? അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അസറ്റുകളെയും ലയബിലിറ്റികളെയും കുറിച്ച് മുൻപത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ അതൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരാൾ ഈസി ആയിട്ട് ഇത് ആൻസർ പിക്കേണ്ടി പറ്റും. പക്ഷെ ക്വസ്റ്റ്യൻ ഇത്ര ഈസി ആയിട്ട് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോട്ടെന്നാണ് തന്നിരിക്കുന്നത്. അതായത് അസറ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസറ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഡീകോഡ് ചെയ്തെടുത്താൽ എന്താ ശരിക്കും ചോദിച്ചിരിക്കുന്നത്? ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ലയബിലിറ്റിയിൽ പെടുന്ന കാര്യങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദ്യം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ അഡ്വാൻസ് ആണോ? അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ ലോണാണ് ഉദ്ദേശിക്കുന്നത്. ലോൺ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ ലോൺ? ഉറപ്പായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അസറ്റ് ആണ് ലോൺ, അല്ലെ? എങ്ങനെയാണ് അസറ്റ് ആവുന്നത്? ലോൺ കൊടുത്തു കഴിയുമ്പോൾ അതെങ്ങനെയാണ് അസറ്റായി മാറുന്നത്? എങ്ങനെയാണ്? ഒരു കസ്റ്റമർക്ക് ലോൺ കൊടുത്തു കഴിയുമ്പോൾ ആ കസ്റ്റമർ ബാങ്കിന് തിരിച്ചടയ്ക്കും. ഓക്കെ, ഫ്യൂച്ചറിൽ ഇത് തിരിച്ചു കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ അസറ്റ് ആയിട്ട് കൂട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇത് നമുക്ക് അസറ്റിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നോട്ട് അസറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. രണ്ടാമത്തേത് ഡിപ്പോസിറ്റ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലയബിലിറ്റി ആണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആണെങ്കിൽ പോലും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ചോദിച്ചിരിക്കുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പോസിറ്റ് സ്വീകരിക്കുക എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി ആണ്. ഓക്കെ, ശരിക്കും നമുക്കപ്പം ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതുമ്പോൾ എന്താ വരുന്നത്? ഓപ്ഷൻ ബി ശരിയാണെന്ന് പറയണം. കാരണം എന്താ?
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അസറ്റ്. അസറ്റിൽ ഉൾപ്പെടാത്തത്, അതായത് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഡിപ്പോസിറ്റ് ആണ്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഡിപ്പോസിറ്റ് ആണ്. കാരണം എന്താ, ഇവിടെ ലോൺ കസ്റ്റമർ തിരിച്ചു തരുന്നത് പോലെ തന്നെ ഒരു ഡിപ്പോസിറ്റ് ആണെങ്കിൽ ഇത് ബാങ്ക് കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കണം. ആര് കൊടുക്കണം? ബാങ്ക് കൊടുക്കണം. ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോഴത്തേനും ഇദ്ദേഹം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുക ആ കസ്റ്റമർക്ക് ബാങ്ക് തിരിച്ചു കൊടുക്കണം. ഓക്കെ, തിരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി ആണ്. ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ സീരീസ് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ തന്നെ ഈ ഡയറക്റ്റ് ഈ ഡിപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണമെന്നുള്ളൂ. നോട്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് അസറ്റിൽ ഉൾപ്പെടാത്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച് വായിച്ച് ക്വസ്റ്റ്യൻ തെറ്റിക്കാതെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് മുമ്പത്തെ വീഡിയോയിൽ കണ്ട ആ ഒരു നോളജ് വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ബി എന്ന് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെ പരമാവധി കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനെ എന്നാലും നിങ്ങൾക്ക് അറിയാം കുറച്ചധികം ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അങ്ങനെ ഡിസ്കസ് ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ എന്താണ് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ കൂടണമെന്നാണ് എല്ലാ വീഡിയോയുടെയും ആദ്യം നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ ഒരു എന്താണ് ആവശ്യകത എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, എനിവേ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഡിപ്പോസിറ്റ് ആണ്. ഇനി ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങനെയാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം? അത് ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ അസറ്റ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ, ചോദിച്ചിരിക്കുന്നത് എന്താ? ലയബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. എന്താണ് കോൾ മണി? കോൾ മണി എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് മറ്റൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നതിനാണ് നമ്മൾ കോൾ മണി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ക്രൈസിസ് വരുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അതുപോലെയുള്ള മറ്റൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുകയാണ്. ഓക്കെ, ടിപ്പിക്കലി പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് കടം വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിനെ കോൾ മണി എന്ന് പറയും. ഇനി കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 14 ദിവസത്തേക്കാണ് കടമെടുക്കുന്നതെങ്കിൽ അതിനെ മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയും. ഓക്കെ, ഇത് രണ്ടും ചേർന്നാണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സോഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു കടം എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി സോഴ്സ് കൂടി ബാങ്കിനുണ്ട് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു അസറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അസറ്റ് എന്നാണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷനും തെറ്റാണ്. എങ്ങനെ നോക്കിയാലും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇത് നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന അതേ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ ഇവിടെയും പ്രയോഗിച്ചാൽ മതി. റൈറ്റ്. ഇനി ഈ കോൾ മണിയും അല്ലെങ്കിൽ ഷോർട്ട് നോട്ടീസും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തമ്മിലാണ് ഇതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അത് ഒരു ഷോർട്ട് പീരീഡിന് വേണ്ടി ആയതുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തമ്മിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സമ്മതിക്കുന്നത്. റൈറ്റ്. ഇനി കുറച്ചുകൂടി എക്സ്റ്റൻഡഡ് പീരീഡിലേക്കാണ് വേണ്ടെങ്കിൽ, അതായത് ലോങ് ടൈമിലേക്കാണ് ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫണ്ടിന്റെ ആവശ്യം വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സമ്മതിക്കോ? ഇല്ല, അവിടെ RBI ഇടപെടും. ഓക്കെ, RBI ആണ് അവിടെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? റിപ്പോ റേറ്റ് വഴിയുണ്ട്, LF വഴിയുണ്ട്, MSF വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ കൺസെപ്റ്റുകൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഡിപ്പോസിറ്റ് ആണ് ബാങ്കിന്റെ ലയബിലിറ്റി. Second question. In the context of India, which one of the following factor is contributors to reducing the risk of a currency crisis? Okay. കറൻസി ക്രൈസിസിന്റെ റിസ്ക് കുറയ്ക്കുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്കറിയാം 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ എന്താണ് ഡിമോണറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് നടക്കുന്ന പരീക്ഷയാണ്. ഓക്കെ, അപ്പം ഡിമോണറ്റൈസേഷനെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള ആസ്പിറൻസ് എന്ത് ചെയ്യും? കറൻസി ക്രൈസിസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് കറൻസി ക്രൈസിസ് എന്ന് തെറ്റിദ്ധരിക്കും. ഓക്കെ, എന്നിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ക്രൈസിസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇവരിതൊരു ട്രിക്കി ആയിട്ട് ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. കറൻസി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിമോണറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നതല്ല. ഓക്കെ, കറൻസി ക്രൈസിസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു എക്സ്റ്റൻഡ് പീരീഡിലേക്ക് ഒരു കറൻസിയുടെ ഡിപ്രിസിയേഷൻ ഉണ്ടാവുന്നു. ഓക്കെ, എന്ന് മാത്രം മനസ്സിലാക്കരുത്. കറൻസിയുടെ ഒരു എക്സ്റ്റൻഡ് പീരീഡിലേക്കുള്ള ഡിപ്രിസിയേഷൻ ആണ് ഇവിടെ കറൻസി ക്രൈസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് ഡിമോണറ്റൈസേഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, ഇപ്പം എന്താണ് കറൻസിയുടെ എന്താണ് ഷോർട്ടേജ് വരുമ്പോൾ M1, M2, M3 എല്ലാം കാര്യമായിട്ട് പഠിച്ചിട്ട് പോയുള്ള ഒരു സ്റ്റുഡന്റ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ ക്വസ്റ്റിനെ ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇവിടെ ഡീകോഡ് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ഇത് ഡിപ്രിസിയേഷൻ ആണെന്നുള്ള അടിസ്ഥാന ബോധം വേണം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പം ഡിപ്രിസിയേഷനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്ന ഡിപ്രിസിയേഷനെ തടയാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ് ഇതിന്റെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തേത് ദ ഫോറിൻ കറൻസി ഏർണിംഗ്സ് ഓഫ് ഇന്ത്യാസ് IT സെക്ടർ. IT സെക്ടർ എന്നല്ല, എവിടെ നിന്നാണെന്ന് പറഞ്ഞാലും ഫോറിൻ കറൻസി ഏർണിംഗ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും? അത് ഡിപ്രിസിയേഷനെ തടയും. കാരണം എന്താ? ഇവിടെ ഫോറിൻ കറൻസിയുടെ ഇപ്പം ഡോളറിന്റെ ഇൻഫ്ലോ ഉണ്ടാവുകയാണ്. ഡോളറിന്റെ ഇൻഫ്ലോ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡോളറിന്റെ ഇൻഫ്ലോ ഉണ്ടായി കഴിയുമ്പോൾ ഡോളറിന്റെ സപ്ലൈ കൂടും. ഡോളറിന്റെ സപ്ലൈ കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡോളറിന്റെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡോളറിന്റെ പ്രൈസ് കുറയും. ഇവിടെ ഡിമാൻഡ് കുറയുന്നത് നിങ്ങൾ കരുതണ്ട. ഡോളറിന്റെ സപ്ലൈ കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡോളറിന്റെ പ്രൈസ് കുറയും. ഡോളറിന്റെ പ്രൈസ് കുറയുക വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ കറൻസി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇന്ത്യൻ കറൻസിക്ക് അവിടെ അപ്രിസിയേഷൻ നടക്കും. ഓക്കെ, അപ്രിസിയേഷൻ നടക്കും. ഇന്ത്യൻ കറൻസിയുടെ അപ്രിസിയേഷൻ നടക്കും. ഇന്ത്യൻ കറൻസിയുടെ അപ്രിസിയേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡിപ്രിസിയേഷനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മാർഗം ഉപയോഗിക്കാം എന്നല്ല അർത്ഥം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തേത് ഇൻക്രീസിംഗ് ദ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടുക, അത് കറൻസി ക്രൈസിസിനെ തടയാനായിട്ട് സഹായിക്കുമോ? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂട്ടുക എന്ന് പറയുന്നത് കറൻസി ക്രൈസിസിനെ തടയാനായിട്ട് സഹായിക്കത്തില്ല. ഇപ്പൊ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂട്ടുകയാണെന്ന് വിചാരിക്കും. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂട്ടുകയാണ്. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂട്ടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഗവൺമെന്റ് കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുകയാണെന്നല്ല അതിന്റെ അർത്ഥം. കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മണി സപ്ലൈ കൂടും. മണി സപ്ലൈ കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് റൈസ് ആണ്. അതായത് ഡൊമസ്റ്റിക് ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഡൊമസ്റ്റിക് ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡൊമസ്റ്റിക് ഗുഡ്സിന് പകരം ഫോറിൻ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് കൂടും. ഇമ്പോർട്ട് കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫോറിൻ കറൻസി കൊടുത്തിട്ട് വേണം ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ എന്ത് ചെയ്യും? ഫോറിൻ കറൻസിയുടെ ഇപ്പൊ ഡോളറിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഫോറിൻ കറൻസിയുടെ ഔട്ട്ഫ്ലോ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫോറിൻ കറൻസിയുടെ സപ്ലൈ കുറയും, അതിന്റെ പ്രൈസ് കൂടും. പ്രൈസ് കൂടുക വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ കറൻസി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ ഡിപ്രിസിയേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് എന്താണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പിക്ക് അത് ഡിപ്രിസിയേഷന് കാരണമാകും. ഓക്കെ, നമ്മുടെ ഇവിടെ എന്താ ചോദ്യം? ഡിപ്രിസിയേഷൻ തടയാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണെന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷൻ രണ്ടാമത്തേത് തെറ്റാണ്. അത് ഈ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറൻസിയുടെ ഡിപ്രിസിയേഷന് കൂടുതൽ സഹായമാകത്തേ ഉള്ളൂ. ഓക്കെ, നമുക്കിവിടെ ഡിപ്രിസിയേഷൻ തടയുകയാണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ 2 തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റെമിറ്റൻസ് ഫ്രം ഇന്ത്യൻസ് അബ്രോഡ്. ഈസിയാണ്. റെമിറ്റൻസ് അതായത് NRIസിന്റെ, നോൺ റെസിഡന്റ് ഇന്ത്യൻസിന്റെ റെമിറ്റൻസ് ഇന്ത്യയിലേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഫോറിൻ കറൻസിയുടെ ഇൻഫ്ലോ ഉണ്ടാവുന്നു. ഫോറിൻ കറൻസിയുടെ ഇൻഫ്ലോ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഫോറിൻ കറൻസിയുടെ സപ്ലൈ കൂടും. ഇന്ത്യൻ റുപ്പിക്ക് അപ്രിസിയേഷൻ സംഭവിക്കും. ഇന്ത്യൻ റുപ്പിക്ക് അപ്രിസിയേഷൻ സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഡിപ്രിസിയേഷനെ തടയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യൻ റുപ്പിയുടെ കറൻസി ക്രൈസിസ് അഥവാ ഡിപ്രിസിയേഷൻ തടയാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒന്ന് ഇവിടെ തന്നിരിക്കുന്ന ഫോറിൻ കറൻസി ഏർണിംഗ്സും, മൂന്നാമത്തെ തന്നിരിക്കുന്ന ഫോറിൻ റെമിറ്റൻസും. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. തേർഡ് വൺ, ദ ചെയർമാൻ ഓഫ് public sector banks are selected by പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ഒന്നാമത്തേത് ഓപ്ഷൻ എ ബാങ്ക്സ് ബോർഡ് ബ്യൂറോ. അത് ശരിയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക്സ് ബോർഡ് ബ്യൂറോ ആണ് തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തേത് RBI അല്ല, യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ല. നാലാമത്തേത് മാനേജ്മെന്റ് ഓഫ് കൺസേൺഡ് ബാങ്ക്, അതായത് അതാത് ബാങ്കുകൾ തന്നെ തിരഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും തെറ്റാണ്. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ചെയർമാൻ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ സെലക്ടഡ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അല്ലെങ്കിൽ അപ്രൂവ്ഡ് ബൈ അല്ലെങ്കിൽ അപ്പോയിന്റഡ് ബൈ എന്നൊക്കെ പറഞ്ഞാണ് ചോദിച്ചിരുന്നെങ്കിലോ അവിടെ ആൻസർ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയനെ. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
എന്താണ് ഫിനാൻഷ്യൽ എക്സ്പേർട്സിന്റെ ഒരു കമ്മിറ്റിനെ ബാങ്ക്സ് ബോർഡ് ബ്യൂറോ എന്ന് പറഞ്ഞ പേരിൽ ഒരു ഏജൻസി ആയിട്ട് വെച്ചിരിക്കുന്നത്. അവരാണ് സെലക്ട് ചെയ്യുന്നത്. അവർ റെക്കമെൻഡ് ചെയ്യും. ആർക്ക് റെക്കമെൻഡ് ചെയ്യും? ഫിനാൻസ് മിനിസ്ട്രിക്ക് റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ സെലക്ഷൻ നടത്തുന്ന ആരാണ്? ഈ BBB-കാരാണ്. ഓക്കെ, അവരുടെ റെക്കമെൻഡേഷൻ അപ്രൂവ് ചെയ്ത് അതിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഫിനാൻസ് മിനിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്രൂവ്ഡ് അല്ലെങ്കിൽ അപ്പോയിന്റഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയായിരുന്നെങ്കിൽ ഉത്തരം മാറിയേനെ. ഇത് ചോദ്യം ഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ പോലും ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്. ഇനി ഇത് ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഇല്ല. ഇപ്പം ഈ ബാങ്ക്സ് ബോർഡ് ബ്യൂറോനെ മാറ്റിക്കൊണ്ട് ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്യൂറോ എന്ന് പറഞ്ഞ പുതിയൊരു ഏജൻസിനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളെ മാത്രമല്ല ഇൻഷുറൻസ് ഏജൻസിയുടെ ചെയർമാനെ കൂടി തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് FSIB എന്ന് പറഞ്ഞിട്ടുള്ള ഈ BBB-നെ മാറ്റിക്കൊണ്ട് FSIB-നെ രൂപീകരിച്ചിട്ടുണ്ട്. അത് 2021 ആ സമയത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ മാറ്റിയിട്ട് ഒരു കോർട്ട് റൂളിങ്ങിന്റെ പേരിൽ ഈ BBB മാറ്റിയിട്ട് FSIB-നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 2019 ചോദ്യത്തിന്റെ ആൻസർ പറയുമ്പോൾ ബാങ്ക്സ് ബോർഡ് ബ്യൂറോയാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ചെയർമാനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോയിന്റ് ചെയ്യുന്നതല്ല, സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോർത്ത് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തേത്, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് അഥവാ PNGRB is the first regulatory body set by the government of India. PNGRB ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഫസ്റ്റ് റെഗുലേറ്ററി ബോഡി അല്ല. നമുക്ക് ട്രായ് ഉണ്ട്, സെബി ഉണ്ട്. ട്രായ് ഒക്കെയാണ് ആദ്യം വരുന്നത്. ഓക്കെ, ട്രായ് ഉണ്ട്, സെബി ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ്, ഇതെല്ലാം 1990s തന്നെ വരുന്നതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് 2006 ആ സമയത്തൊക്കെ വരുന്നതാണ് എന്ത്? PNGRB വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റെഗുലേറ്ററി ബോഡി ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2, വൺ ഓഫ് ദ ടാസ്ക് ഓഫ് PNGRB ഈസ് ടു എൻഷുർ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് ഫോർ ഗ്യാസ്. അത് ശരിയാണ്. ഒരു മോണോപോളി പ്രൈസിലേക്ക് പോവാതെ കോമ്പറ്റീറ്റീവ് പ്രൈസ് എൻഷുർ ചെയ്യുക എന്നതാണ് PNGRB-യുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒരെണ്ണം. അത് ശരിയാണ്. മൂന്നാമത്തേത്, അപ്പീൽസ് അഗൈൻസ്റ്റ് ദ ഡിസിഷൻസ് ഓഫ് PNGRB ഗോ ബിഫോർ ദ അപ്പലേറ്റ് ട്രൈബ്യൂണൽസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവിടെ എന്താണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞതിന്റെ അപ്പലേറ്റ് പോകുന്നത് ഇലക്ട്രിസിറ്റി ട്രൈബ്യൂണലാണോ എന്ന് സംശയം വരും. പക്ഷെ അത് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് ശരിയാണ്. ഇതിന്റെ PNGRB-യുടെ അപ്പീൽ പോകുന്നത് ആപ്റ്റൽ എന്ന് പറയുന്ന ഈ ഏജൻസിയിലേക്ക് തന്നെയാണ്. ഓക്കെ, PNGRB-യുടെ മാത്രമല്ല, നമുക്കിപ്പം ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനും ഉണ്ട്. ഓക്കെ, ആ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെയും PNGRB-യുടെയും ഡിസിഷൻസ് എതിരായിട്ടുള്ള അപ്പീൽ പോകുന്നത് ആപ്റ്റൽ എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന ഏജൻസിയിലേക്കാണ്. റൈറ്റ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 2 ഉം 3 ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. ഫിഫ്ത്ത് വൺ, the Reserve Bank of India's recent directives to relating to storage of payment system data, popularly known as data dictate command, the payment system providers that ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, എന്താണെന്ന് ഈ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം, എന്തിനെ കുറിച്ചുള്ള നിർദ്ദേശം? സ്റ്റോറേജ് ഓഫ് പേയ്മെന്റ് സിസ്റ്റം ഡേറ്റ, അതായത് ഡേറ്റ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞ് മുൻപത്തെ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ വീഡിയോയിൽ കിട്ടിയ നോളജ് വെച്ച് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എന്താന്ന് നോക്കാം. ഡേറ്റ ലോക്കലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീസെന്റ് തന്നിരിക്കുന്ന ഡയറക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, they shall ensure that entire data relating to payment systems operated by them are stored in a system only in India. ഇത് കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഡേറ്റ ലോക്കലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റയർ ഡേറ്റ എന്ത് പേയ്മെന്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട എൻ്റയർ ഡേറ്റ അത് ഇന്ത്യക്കുള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ ഈസിയാണ്, ശരിയാണ്. രണ്ടാമത്തേത്, they shall ensure that systems are owned and operated by public sector enterprises. ശരിയാണോ? ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? ഇല്ല, ഇങ്ങനെ ഒരു കാര്യമില്ല. ഇങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പം റുപ്പേ കാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറഞ്ഞത്. ഇപ്പം ജൻധൻ അക്കൗണ്ട് അതൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ഇത് ചോദിച്ചിട്ടില്ല. പക്ഷെ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ
റുപ്പേ കാർഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിരുന്നു. റുപ്പേ കാർഡ് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇപ്പം വിസ, മാസ്റ്റർ കാർഡ് അങ്ങനെയുള്ള MNC-കൾ ഡേറ്റ ലോക്കലൈസേഷന് വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ ഒരു കാർഡ് ഇറക്കി. ആ കാർഡിന്റെ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഡേറ്റ മുഴുവൻ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യും, ബാക്കി MNC-കളും അതിനോട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് നിർബന്ധിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു മോറൽ സുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റുപ്പേ കാർഡൊക്കെ ഇറക്കുക. അവർക്കൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, അത് പറഞ്ഞു വന്നപ്പോൾ എന്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പം എന്താണ് വിസ കാർഡ്, മാസ്റ്റർ കാർഡ് എന്നൊക്കെ പറയുന്നത് ഒരു MNC ആണ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡേറ്റ മുഴുവൻ എന്ത് ചെയ്യണം, പബ്ലിക് സെക്ടർ എന്റർപ്രൈസിൽ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, വിസ കാർഡ്, മാസ്റ്റർ കാർഡ് ഒക്കെ പോലുള്ളത് പ്രൈവറ്റ് സെക്ടറിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നേരത്തെ വീഡിയോയിൽ നിന്ന് കിട്ടിയ കൺസെപ്റ്റ് നോളജ് വെച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാം. മൂന്നാമത്തേത്, they shall submit the consolidated system audit report to Comptroller and Auditor General of India by the end of the calendar year. They shall submit the consolidated system audit report. അതായത് സിസ്റ്റം ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം, CAG-ക്ക് സബ്മിറ്റ് ചെയ്യണമെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാത്തതായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിലും ഓപ്ഷൻ ഡി തെറ്റിപ്പോവും. കാരണം എന്താ, ഇതിനകത്ത് 2 ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ 3 ശരിയാകത്തില്ല. കാരണം എന്താ, ഓപ്ഷൻ 1 ശരിയാണെന്ന് നമുക്കറിയാം. ഇനി ഓപ്ഷൻ ബി അതും തെറ്റാണ്. കാരണം എന്താ, 2 ഇതിനകത്ത് ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 2 തെറ്റാണ് അല്ലെ, 2 തെറ്റാണ്. അപ്പം ഓപ്ഷൻ ബിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ എ 1 only, അത് മാത്രമേ മിച്ചുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. എലിമിനേഷൻ ടെക്നിക്ക് വഴി നമ്മൾ മുമ്പ് കണ്ട ആ വീഡിയോയിലെ നോളജ് വെച്ച് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഓപ്ഷൻ 3 കൂടെ നോക്കിയേക്കാം, സോറി സ്റ്റേറ്റ്മെന്റ് 3 കൂടെ നോക്കിയേക്കാം. They shall submit the consolidated system audit report to the CAG എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, CAG-ക്കല്ല ഇവര് സിസ്റ്റം ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സിസ്റ്റം ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് RBI-ക്ക് നേരിട്ടാണ് ഈ സിസ്റ്റം ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആരാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? സെർട്ടിൻ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉള്ളത് അറിയാലോ, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സെർട്ടിൻ, ഇങ്ങനെയാണ്. ഈ ഏജൻസി എംപാനൽ ചെയ്തിട്ടുള്ള ഓഡിറ്റേഴ്സ് ആണ് ഇതിന്റെ സിസ്റ്റം ഓഡിറ്റ് നടത്തുന്നത്. അത് ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്? CAG-ക്കല്ല, പിന്നെ ആർക്കാണ്? RBI-ക്കാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. എനിവേ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പരിചയമില്ലെങ്കിൽ പോലും എലിമിനേഷൻ ടെക്നിക്ക് വഴി നമുക്ക് ഓപ്ഷൻ എയിലേക്ക് എത്താൻ പറ്റും. 6th one, അടൽ ഇന്നോവേഷൻ മിഷൻ ഈ സെറ്റപ്പ് അണ്ടർ അതായത് അടൽ ഇന്നോവേഷൻ മിഷൻ ആരുടെ കീഴിലാണെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. അടൽ ഇന്നോവേഷൻ മിഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്കല്ല, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അല്ല. ഓപ്ഷൻ സി നീതി ആയോഗിന്റെ കീഴിലാണ് അടൽ ഇന്നോവേഷൻ മിഷൻ. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡിയും തെറ്റാണ്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പിന് കീഴിലല്ല. അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഇനി അടൽ ഇന്നോവേഷൻ മിഷന്റെ കീഴിൽ എന്തൊക്കെയാ ഉള്ളത്? അടൽ ടിങ്കറിംഗ് ലാബ് കേട്ടിട്ടുണ്ടായിരിക്കും, ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലും അതിനെക്കുറിച്ച് മെൻഷനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അടൽ ടിങ്കറിംഗ് ലാബ്, അതായത് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. പിന്നെ അടൽ ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. അടൽ ഇൻക്യുബേഷൻ സെന്റർ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അടൽ കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ സെന്റേഴ്സ് ഉണ്ട്. അതായത് കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ സെന്റർ എന്ന് പറയുമ്പോൾ ഇപ്പം അൺറിസർവ്ഡ് ആയിട്ടുള്ള, അതായത് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസിൽ അവിടെ ഇന്നോവേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നുള്ളത് എറൈസ് എന്ന് പറഞ്ഞൊരു അതിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. എറൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അടൽ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഫോർ സ്മോൾ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ MSME. ഇപ്പൊ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുണ്ട്, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുണ്ട്, പിന്നെ അണ്ടർസർവ്ഡ് ഏരിയാസിന് വേണ്ടിയിട്ടുണ്ട്, MSME-കൾക്കും വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനെല്ലാം ചേർന്നിട്ടാണ് അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ആരുടെ കീഴിലാണ്? ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ആരുടെ കീഴിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി നീതി ആയോഗിന്റെ കീഴിലാണ് അടൽ ഇന്നോവേഷൻ മിഷൻ. 7th one, in a given year in India, official poverty lines are higher in some states than in other. Because എന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്? അതായത് ഒഫീഷ്യൽ പോവർട്ടി ലൈൻ ചില സ്റ്റേറ്റുകൾ
ചില സ്റ്റേറ്റുകൾ കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും. അതിന്റെ കാരണം ബിക്കോസ് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റുകൾ തമ്മിലുള്ള വേരിയേഷൻ, പോവർട്ടി ലൈനിലെ വേരിയേഷൻ എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, പോവർട്ടി റേറ്റ്സ് വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ശരിയാണോ? ശരിയാണെന്ന് തോന്നുന്നു. ഓപ്ഷൻ എ ശരിയാണെന്ന് തോന്നുന്നു. അതായത് സ്റ്റേറ്റുകൾ തമ്മിൽ പോവർട്ടിയിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് പോവർട്ടി ലൈനിലും വ്യത്യാസം വരാം. ആദ്യമായിട്ട് നമുക്ക് ശരിയായിട്ട് തോന്നുന്നു. ഓപ്ഷൻ ബി നോക്കാം. പ്രൈസ് ലെവൽസ് വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അതും ശരിയായിട്ട് തോന്നും. വില കൂടിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ എക്സ്പെൻഡിച്ചർ വേണ്ടി വരും, കൂടുതൽ എന്താണ് പ്രൈസ് കൂടുതലുള്ള സ്ഥലത്ത് കൂടുതൽ പോവർട്ടി വരും. അതും ശരിയാണെന്ന് തോന്നുന്നു. ഓപ്ഷൻ സി നോക്കാം. ഗ്രോസ് സ്റ്റേറ്റ് പ്രൊഡക്റ്റ് വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അതായത് GSDP വ്യത്യാസമുണ്ട്. അതും ശരിയായിട്ട് തോന്നും. കാരണം എന്താ, GSDP കുറവുള്ള സ്ഥലത്ത് പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പോവർട്ടി കൂടാനായിട്ട് കാരണമാകും. ഓപ്ഷൻ ഡി നോക്കാം. ക്വാളിറ്റി ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം മൂലം എന്താണ് വിവിധ സ്റ്റേറ്റുകൾ തമ്മിൽ പോവർട്ടി ലൈനിൽ വേരിയേഷൻ വരാം. അതും ശരിയായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ചോദ്യത്തിനനുസരിച്ച് നമുക്ക് ഉത്തരം എഴുതണമല്ലോ. ഓക്കെ, ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതണമെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എങ്ങനെയാണ് നമ്മൾ പോവർട്ടി ലൈൻ ഡിസൈഡ് ചെയ്യുന്നതെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇന്ത്യയിൽ പോവർട്ടി ലൈൻ ഡിസൈഡ് ചെയ്യുന്നത് മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ വഴിയാണ്, MPCE വഴി. അതായത് ഒരു മാസം നമ്മൾ ഒരു മാസത്തെ നമ്മുടെ എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണ് നമ്മൾ പോവർട്ടി ലൈനിന് താഴെയാണോ മുകളിലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഇപ്പം റൂറൽ ഏരിയയിലാണെങ്കിൽ 816 രൂപയാണ് നമ്മുടെ ഒരു മന്ത്ലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കണക്ക് പ്രകാരം പോവർട്ടി ലൈൻ 816 രൂപയ്ക്ക് താഴെയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ എങ്കിൽ നമ്മൾ പോവർട്ടി ലൈനിൽ താഴെയാണ്. ഓക്കെ, നമ്മൾ പുവറാണ്. ഓക്കെ, ഇനി അർബൻ ഏരിയ ആണെങ്കിൽ 1000 ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. 1000-ന് മുകളിലുള്ളവർ പോവർട്ടി ലൈനിന് മുകളിലാണ്. റൈറ്റ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ വെച്ചാണ് നമ്മൾ പോവർട്ടി ലൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏതാ ശരിയായിട്ടുള്ള ആൻസർ? പോവർട്ടി റേറ്റ്സ് വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ആണോ? അല്ല, പ്രൈസ് ലെവൽസ് വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഇതാണ് റൈറ്റ് ആൻസർ. കാരണം എന്താ, പ്രൈസ് ലെവൽ കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഈ 816 രൂപ മന്ത്ലി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്ക് അതിന് പ്രൈസ് ലെവൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 816 രൂപയ്ക്ക് വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ പ്രൈസ് ലെവൽ കൂടി കഴിയുമ്പോഴത്തേനും നമ്മൾ പുവറായിട്ട് മാറും. ഓക്കെ, അതുകൊണ്ട് MPCE വഴിയാണ് നമ്മൾ പോവർട്ടി ലൈൻ ഡിസൈഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യം റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം വളരെ ഈസി ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് തോന്നും. ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും. സിമ്പിൾ ആണ്, പക്ഷെ അതിന് പിന്നിലുള്ള ഈ കൺസെപ്റ്റ്, ഇത് MPCE വഴിയാണ് പോവർട്ടി ലൈൻ ഡിസൈഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പ്രൈസ് കൂടുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ അതിനനുസരിച്ച് നമുക്ക് കൂട്ടാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ, 816 രൂപയെ ഒരു മാസം എക്സ്പെൻഡിച്ചർ ഉൾപ്പെടുത്താണ്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ആ 816 രൂപയ്ക്ക് എന്താണ് പ്രൈസ് കൂടുന്നതനുസരിച്ച് ഈ 816 രൂപയ്ക്ക് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ അളവ് കുറയും, നമ്മൾ പോവർട്ടി ലൈനിൽ താഴേക്ക് പോകും. ഓക്കെ, ആ കീ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഈ ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 8th one. With reference to India's 5-year plans, which of the following statements is or are correct? ഇന്ത്യയുടെ 5-year പ്ലാനിനെ കുറിച്ചാണ് ചോദ്യം. ഇതും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ 2014 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഏകദേശം നമുക്ക് ഇതിന്റെയും ആൻസർ പറയാനായിട്ട് പറ്റും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഫ്രം ദ സെക്കൻഡ് 5-year പ്ലാൻ there was a determined thrust towards substitution of basic and capital good industries. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് 5-year പ്ലാൻ മുതൽ ബേസിക് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഡിറ്റർമൈൻഡ് ട്രസ്റ്റ് നമ്മൾ കൊടുത്തിരുന്നു എന്ന്. അത് ശരിയാണ്. ഇത് 2014 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഒന്നാമത്തെ 5-year പ്ലാൻ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈമറി സെക്ടറിന് വേണ്ടിയിട്ടാണ്. അതായത് അഗ്രികൾച്ചർ അതുപോലെയുള്ള കാര്യങ്ങൾ പ്രൈമറി സെക്ടറിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ 5-year പ്ലാനിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സെക്കൻഡ് 5-year പ്ലാൻ ആയപ്പോഴത്തേനും നമുക്ക് എന്ത് സംഭവിച്ചു?
നമുക്കൊരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മിസ്സായിട്ടുണ്ട്. നമ്മൾ കൊളോണിയലൈസേഷന് കീഴിലായിരുന്നത് കൊണ്ട് നമുക്കൊരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മിസ്സായിട്ടുണ്ട്. നമ്മൾ ലൂട്ടഡ് ആയിരുന്നു. കൊളോണിയലൈസേഷന്റെ സമയത്ത് അവർ നമ്മൾ ലൂട്ട് ചെയ്തുകൊണ്ട് പോയതേ ഉള്ളൂ. നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമുക്ക് മിസ്സായിട്ടുണ്ട് നമ്മുടെ പോളിസി മേക്കേഴ്സിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ അവരെന്ത് ചെയ്തു? ഇൻഡസ്ട്രിയൽ സെക്ടറിന് വേണ്ടിയിട്ട് കൂടുതൽ ട്രസ്റ്റ് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണ് എന്തുണ്ടായത്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയൽ സെക്ടറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അല്ലെങ്കിൽ HAL എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. HAL ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഈ സമയത്താണ്. ഓക്കെ, HAL തുടങ്ങുന്നല്ല, HAL എക്സ്പാൻഡ് ചെയ്ത് വരുന്നത്. അതായത് ഇപ്പം എയർക്രാഫ്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് HAL തുടങ്ങുന്നത് ഏത് സമയത്താണ്? ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ സമയത്താണ്. അല്ലെങ്കിൽ ഈ BHEL ഒക്കെ തുടങ്ങുന്നത് എവിടെയാണ്? സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മളിപ്പോൾ സ്റ്റീൽ പ്ലാന്റ്സ് തുടങ്ങിയത്, അതായത് ഇപ്പം റൂർക്കേല അല്ലെങ്കിൽ ദുർഗാപൂർ, ഫില അങ്ങനെയുള്ള സ്ഥലമൊക്കെ എന്ത് ചെയ്തു? നമ്മൾ വേറെ രാജ്യത്തിന്റെ അസിസ്റ്റൻസോട് കൂടി സ്റ്റീൽ പ്ലാന്റ്സ് ഒക്കെ തുടങ്ങി. ഓക്കെ, അതൊക്കെ തുടങ്ങുന്നത് ഈ സമയത്താണ്, സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമ്മൾ അങ്ങനെ ഒരു സ്റ്റീൽ പ്ലാന്റ്സ് ഒക്കെ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ BHEL അല്ലെങ്കിൽ HAL അതൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? ഉദ്ദേശം ഈ സെക്കൻഡറി സെക്ടർ അല്ല, അഥവാ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ട്രസ്റ്റ് കൊടുക്കുക എന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇത് നമ്മുടെ പ്രീവിയസ് നോളജ് വെച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന അതാണ് എന്ത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇനി രണ്ടാമത്തേത്, the fourth 5 year plan adopted the objective of correcting the earlier trend of increased concentration of wealth and economic power. അതായത് ഇതിൽ കൂടി എന്താ കിട്ടുന്നത്? ഇനീക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് 4th 5 ഇയർ പ്ലാനിൽ നമ്മൾ ശ്രമിച്ചു എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നമ്മളിത് കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ്? 2014 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഇനീക്വാളിറ്റി കുറയ്ക്കാന്ന് പറഞ്ഞത് അവരെവിടെ തന്നിരുന്നു? 12th 5 ഇയർ പ്ലാനിന്റെ ഉദ്ദേശമാണ് എന്ന് പറഞ്ഞ് തന്നിരുന്നു, ഇനീക്വാളിറ്റി കുറയ്ക്കുക. അന്ന് ഞാൻ എന്ത് പറഞ്ഞിരുന്നു? നമ്മളൊരു ലോജിക്കൽ അസംഷൻ വെച്ചിട്ട് ഇത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഈ ഇനീക്വാളിറ്റി കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഒരു എക്കോണമിയുടെ ബേസിക് നീഡാണ്. അതായത് ആദ്യം സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അത് 12th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. അതുകൊണ്ട് അത്ര നാളത്തേക്കൊന്നും ഇത് ഇനീക്വാളിറ്റി കുറയ്ക്കുക എന്ന് പറയുന്ന ബേസിക് നെസസിറ്റി നമ്മൾ നീട്ടി വെക്കത്തില്ല. അത് ഇയർലി ഫേസിലായിരിക്കും നടക്കുക എന്ന് അന്ന് നമ്മൾ ഒരു ലോജിക്കൽ അസംഷൻ പറഞ്ഞിരുന്നു, ഒരു എലിമിനേഷൻ ടെക്നിക്കിന് വേണ്ടിയിട്ട്. അത് ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? അന്ന് എന്താ ഞാൻ പറഞ്ഞിരുന്നത്? ഇതൊരു ഇയർലി ഫേസിൽ നടക്കേണ്ടതാണ്. ഇയർലി ഫേസ് എന്ന് പറയുമ്പോൾ നോക്കി 4th 5 ഇയർ പ്ലാനിൽ തന്നെ ഇത് നടന്നു. ഓക്കെ, അപ്പൊ അന്ന് പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ എന്താ? ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 4th 5 ഇയർ പ്ലാനിൽ ഇനീക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, in the 5th 5 year plan, for the first time, the financial sector was included as an integral part of the plan. ശരിയാണോ? 5th 5 ഇയർ പ്ലാൻ ഇത് എന്താണ്? ജസ്റ്റ് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നത് 5th 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്തായിരുന്നു? ഗരീബി ഘടാവോ ആയിരുന്നു. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു, ഗരീബി ഘടാവോ ആയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ ആയിരുന്നു, എന്താ? ഗരീബി ഘടാവോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് 5th 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഓരോ 5 ഇയർ പ്ലാനിലും അവർ ചോദിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട മോട്ടോ അല്ലെങ്കിൽ ഒരു തീം ഉണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ടേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ 5th 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അകത്ത് എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്? ഗരീബി ഘടാവായിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അല്ല, ഫോർ ദ ഫസ്റ്റ് ടൈം ഫിനാൻഷ്യൽ സെക്ടർ വാസ് ഇൻക്ലൂഡഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 5th 5 ഇയർ പ്ലാനിലാണോ? അല്ല, അവിടുത്തെ എന്തായിരുന്നു? ഗരീബി ഘടകമായിരുന്നു. അപ്പൊ ഈ ഫിനാൻഷ്യൽ സെക്ടറിലെ ഇൻക്ലൂഷൻ വന്ന ഏത് സമയത്താണ്? അതിന് അടുത്ത 5 ഇയർ പ്ലാനിലാണ്, 6th 5 ഇയർ പ്ലാനിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1, 2 മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 9th one, consider the following statements. ഒന്നാമത്തേത്, purchasing power parity അഥവാ PPP exchange rates are calculated by the prices of the same basket of goods and services in different countries. പർച്ചേസിംഗ് പവർ പാരിറ്റി എക്സ്ചേഞ്ച് റേറ്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണെന്നാണ് ചോദ്യം. ഓക്കെ, എന്താ തന്നിരിക്കുന്നത്? ഈ PPP എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്നത് സെയിം ഗുഡ്സിന്റെ ഡിഫറെന്റ് കൺട്രീസിലുള്ള
ആ റേറ്റിന്റെ ഡിഫറൻസ് കമ്പയർ ചെയ്തിട്ടാണ്. ശരിയാണ്, സെയിം ഗുഡ്സിന്റെ ഡിഫറെന്റ് കൺട്രീസിലുള്ള റേറ്റ് കമ്പയർ ചെയ്തിട്ടാണ്. അത് ശരിയാണ്. അതാണ് PPP എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം ഇപ്പം ഇന്ത്യയിൽ ഒരു ബർഗറിന് 50 രൂപയാണെന്ന് ഇരിക്കട്ടെ, 50 രൂപയാണ്. US-ൽ അതിന് $5 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ PPP എക്സ്ചേഞ്ച് റേറ്റ് വഴി എന്താണ് സംഭവിക്കുന്നത്? 10 ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് ഒരു ഡോളറാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് PPP എക്സ്ചേഞ്ച് റേറ്റ് വഴി ഇന്ത്യൻ റുപ്പിയും US ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, ഇത് സെയിം ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഏത് കൂടെ എടുത്തത്? ബർഗർ എന്ന് പറയുന്ന കൂടെ എടുത്തത്. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് കൺട്രീസിലുള്ള, അതായത് ഇന്ത്യയിലും US-ലുമുള്ള ആ റേറ്റ് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ PPP എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിച്ചത്. ഇതാണ് നമ്മൾ PPP എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ അടുത്ത നോമിനൽ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ലെങ്തി ടോപ്പിക്കാണ്. അതിപ്പം എന്താണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത്രയും ലെങ്തി ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നതാണ്. എനിവേ ഇവിടെ ഇത്രയും പോലും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് സെയിം ഗുഡ് ഡിഫറെന്റ് കൺട്രീസിൽ വെച്ച് കമ്പയർ ചെയ്താണ് PPP എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് മാത്രം ആണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അതാണെന്ന് മനസ്സിലായി. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായി. രണ്ടാമത്തത്, ഇൻ ടേംസ് ഓഫ് PPP ഡോളേഴ്സ് ഇന്ത്യ ഈസ് ദ 6th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്. 6th ലാർജസ്റ്റ് ആണ് അല്ല, PPP റേറ്റിൽ ഇന്ത്യ 3rd ആണ്. ഓക്കെ, US, ചൈന, അത് കഴിഞ്ഞ് ഇന്ത്യ ആണ്. റൈറ്റ്. ഈ നോമിനൽ GDP-യുടെ കാര്യത്തിലാണെങ്കിലോ അത് ജസ്റ്റ് ഒന്ന് ഹോംവർക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തേത് തെറ്റാണെന്ന് മനസ്സിലായി. ഒന്നാമത്തെ മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. ലാസ്റ്റ് വൺ. Which one of the following is not the most likely measure the government or RBI takes to stop the slide of Indian rupee? എന്താ ചോദിച്ചിരിക്കുന്നത്? ഗവൺമെന്റ് അഥവാ അല്ലെങ്കിൽ RBI എടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്റ്റെപ്പ് എന്തിനു വേണ്ടിയിട്ട്? സ്ലൈഡ് ഓഫ് ഇന്ത്യൻ റുപ്പി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചോദ്യം ഈസിയാണ്, പക്ഷെ ഇവിടെ നോട്ട് എന്ന് തന്നിട്ടുണ്ട്. നോട്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡീകോഡ് ചെയ്തെഴുതേ. എന്താ ചോദിച്ചിരിക്കുന്നത്? സ്ലൈഡ് ഓഫ് ഇന്ത്യൻ റുപ്പി. മുമ്പ് അവിടെ കറൻസി ക്രൈസിസ് എന്ന് പറഞ്ഞത്. സ്ലൈഡ് ഓഫ് ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ എന്നാണ് അർത്ഥം. കറൻസി ക്രൈസിസ് എന്തായിരുന്നു? അവിടെയും ഡിപ്രിസിയേഷൻ തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, ഇതും ഡിപ്രിസിയേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്രിസിയേഷൻ. ഇനി ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഡിപ്രിസിയേഷനെ തടയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കാൻ സാധ്യതയില്ലാത്ത, നോട്ടെന്ന് പറഞ്ഞാൽ സാധ്യതയില്ലാത്ത സ്റ്റെപ്പ് ഏതായിരിക്കും? ഗവൺമെന്റ് അല്ലെങ്കിൽ RBI എടുക്കുന്ന സ്റ്റെപ്പുകളിൽ ഡിപ്രിസിയേഷനെ തടയാൻ വേണ്ടിയിട്ട് സാധ്യതയില്ലാത്ത സ്റ്റെപ്പ് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ A, curbing imports of non-essential goods and promoting exports. ഇത് ഡിപ്രിസിയേഷൻ ആണോ അപ്രിസിയേഷൻ ആണോ ഉണ്ടാക്കുക? ഇമ്പോർട്ട് കുറയ്ക്കുക. ഇമ്പോർട്ട് കൂടിയാൽ എന്ത് സംഭവിക്കും? ഇമ്പോർട്ട് കൂടിയാൽ നമ്മൾ ഡോളറിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവും. കാരണം ഡോളർ കൊടുത്തിട്ട് വേണം നമ്മൾ ഫോറിൻ ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇമ്പോർട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇമ്പോർട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഡോളറിന്റെ ഔട്ട്ഫ്ലോ കുറയും. ഡോളറിന്റെ ഔട്ട്ഫ്ലോ കുറയാന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഡോളറിന്റെ സപ്ലൈ കൂടും. ഡോളറിന്റെ സപ്ലൈ കൂടി കഴിയുമ്പോൾ ഡോളറിന്റെ പ്രൈസ് കുറയും. ഡോളറിന്റെ പ്രൈസ് കുറയുക വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യൻ റുപ്പിക്ക് അത് അപ്രിസിയേഷന് കാരണമാവും. അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ അപ്രിസിയേഷൻ ആണ് ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് എന്താ? ഇവിടെ വേണ്ടത് എന്താ? ഇന്ത്യൻ റുപ്പിയുടെ which of the following is not the most likely measure the government or RBI takes to stop slide of Indian rupee? ഓക്കെ, ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷനെ തടയാൻ സാധ്യതയില്ലാത്തതെന്നാണ് ചോദ്യം. ഇത് ഡിപ്രിസിയേഷനെ തടഞ്ഞത് അപ്രിസിയേഷൻ ആക്കില്ലേ? ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ റുപ്പിക്ക് അപ്രിസിയേഷൻ വരും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ ഇത് ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷനെ തടയാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഈ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ B, encouraging Indian borrowers to issue rupee denominated masala bonds. ഓക്കെ, എന്താണ് മസാല ബോണ്ട്? അതായത് റുപ്പി ഡിനോമിനേറ്റഡ് ആയിട്ട് ഫോറിൻ കൺട്രിയുടെ എക്സ്ചേഞ്ച് റേറ്റിൽ പോയി നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് നമ്മൾ മസാല ബോണ്ട് എന്ന് പറയുന്നത്.
ഇപ്പൊ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ പോയി നമ്മൾ കേരള ഗവൺമെന്റ് ഒക്കെ പോയി ഫണ്ട് റേസ് ചെയ്തതിനെ കുറിച്ചൊക്കെ വാർത്തയൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മൾ ബോണ്ടുകൾ വഴി ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യുന്ന ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇന്ത്യൻ റുപ്പിയിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യൻ റുപ്പിയിൽ ഫണ്ട് റേസ് കഴിയുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് കൂടും. ഓക്കെ, ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യൻ റുപ്പിക്ക് അപ്രിസിയേഷൻ ഉണ്ടാവും. ഫോറിൻ കൺട്രിയിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യൻ റുപ്പിക്ക് അപ്രിസിയേഷൻ സംഭവിക്കും. അപ്രിസിയേഷൻ സംഭവിക്കുന്നതാണ് നമുക്ക് വേണ്ടത്? അല്ല, അപ്രിസിയേഷൻ ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷനെ തടയാൻ സാധ്യതയില്ലാത്തത്. അപ്രിസിയേഷൻ സംഭവിക്കുന്ന പറഞ്ഞാൽ ഡിപ്രിസിയേഷനെ തടയും. ഓക്കെ, ഡിപ്രിസിയേഷനെ തടയാൻ സാധ്യതയില്ലാത്തെന്ന് പറയുമ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. ഈ സ്റ്റെപ്പ് വഴി നമുക്ക് ഡിപ്രിസിയേഷനെ തടയാൻ സാധിക്കത്തില്ലാത്തതാണ് ചോദ്യം. ഓക്കെ, മൂന്നാമത്തേത് ഈസിങ് കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് അഥവാ ECB. ECB എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയി ഇത് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണ്, മസാല ബോണ്ട് വഴി ഫണ്ട് റേസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണ്. ECB എന്ന് പറഞ്ഞാലോ, ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്ന ECB എന്ന് പറഞ്ഞാൽ അത് കടം വാങ്ങുകയാണ്. ഓക്കെ, ഫണ്ട് റേസിംഗ് തന്നെയാണ്, പക്ഷെ അത് കടം വാങ്ങുകയാണ്, മാർക്കറ്റിൽ നിന്ന് കടം വാങ്ങുകയാണ്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ പോലും എന്ത് സംഭവിക്കും? ഫോറിൻ കറൻസിയുടെ അഥവാ ഡോളറിന്റെ ഇൻഫ്ലോ ഉണ്ടാവും. നമ്മൾ കടം വാങ്ങിക്കൊണ്ട് വരികയാണ്, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടം വാങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പം ഫോറിൻ കറൻസിയുടെ ഇൻഫ്ലോ ഉണ്ടായി കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും? ഇൻഫ്ലോ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഡോളറിന്റെ സപ്ലൈ കൂടുമ്പോൾ ഡോളറിന്റെ പ്രൈസ് കുറയും. ഡോളറിന്റെ പ്രൈസ് കുറയുക വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ അപ്രിസിയേഷൻ ആണ് സംഭവിക്കുന്നത്. റുപ്പി അപ്രിഷിയേറ്റ് ചെയ്യും, അപ്രിസിയേഷൻ സംഭവിക്കും. അപ്രിസിയേഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ തടയപ്പെടും. ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ തടയാൻ സാധ്യതയില്ലാത്തത് എന്ന ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഓപ്ഷനും തെറ്റാണ്. ഈ ഓപ്ഷൻ സി തന്നിരിക്കുന്ന സ്റ്റെപ്പ് വഴി ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ തടയപ്പെടും. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി, ഫോളോയിങ് ആൻ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഇത് ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷനെ തടയാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ഏതായാലും ഈ ഓപ്ഷനാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതെങ്ങനെയാ ശരിയായെന്നും കൂടെ പറയാം. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനാണ് നമ്മൾ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്നറിയാം. ബേസിക് എക്കണോമിക്സ് നോളജാണ്. ഓക്കെ, എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ബോണ്ടിൽ നിന്നുള്ള റിട്ടേൺ, അതിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനത് വളരെ ചുരുക്കി പറയാം. ഇപ്പൊ എക്സിസ്റ്റിംഗ് ബോണ്ടിന്റെ റേറ്റിൽ എന്ത് സംഭവിക്കും? ബോണ്ടിന്റെ റേറ്റും അതിനനുസരിച്ച് കുറയും. ഓക്കെ, ബോണ്ടിന്റെ റിട്ടേൺ അഥവാ നമ്മൾ കൂപ്പൺ റേറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, ആ കൂപ്പൺ റേറ്റ് ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് തന്നെ വിചാരിച്ചാൽ മതി. ബോണ്ടിന്റെ റിട്ടേണും അതിനനുസരിച്ച് കുറയും. ഓക്കെ, ബോണ്ടിന്റെ റിട്ടേണും കുറയും. പക്ഷെ ഇത് ഏതിലേ കുറയത്തുള്ളൂ? ഇനി ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതിന് ശേഷം ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളുടെ റിട്ടേണിൽ മാത്രമേ കുറവ് സംഭവിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ബോണ്ടുകൾ ഉണ്ടല്ലോ. സപ്പോസ് ഇപ്പം ബോണ്ടിന്റെ റിട്ടേൺ കുറഞ്ഞത് 7% ഉണ്ടായിരുന്നു. 7% ഉണ്ടായിരുന്നു. 7% നിന്ന് 5% കുറഞ്ഞു നോക്കുക ബോണ്ടിന്റെ റിട്ടേൺ. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ബോണ്ടുകൾക്ക് എന്താണ്? ഈ 7% തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡറി മാർക്കറ്റിൽ ഈ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ബോണ്ടുകളുടെ ഡിമാൻഡ് കൂടും. സെക്കൻഡറി മാർക്കറ്റിൽ ഡിമാൻഡ് കൂടും. ഓൾറെഡി ഇഷ്യൂ ചെയ്ത ബോണ്ടിന്റെ. ഓക്കെ, അങ്ങനെ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ബോണ്ടിന്റെ ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബോണ്ടിൽ വന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫോറിനേഴ്സ്. ഓക്കെ, ആ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു സുവർണാവസരമാണ്. കാരണം എന്താ? അവരുടെ കയ്യിലിരിക്കുന്ന നേരത്തെ ഇഷ്യൂ ചെയ്ത ബോണ്ടിന്റെ ഡിമാൻഡ് കൂടി അതിനൊരു പ്രീമിയം പേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിന്റെ പ്രൈസിനേക്കാൾ കൂടുതൽ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറാണ്. കാരണം എന്താ? ഇപ്പൊ നിലവിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിന് 5% ഉള്ളൂ, നേരത്തെ ഇഷ്യൂ ചെയ്ത ബോണ്ടിന് 7% റിട്ടേൺ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നേരത്തെ ഇഷ്യൂ ചെയ്ത ബോണ്ടുകളുടെ ഡിമാൻഡ് കൂടും, അതിന്റെ പ്രൈസ് കൂടും. അഥവാ പ്രൈസ് കൂടും എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രീമിയം എക്സ്ട്രാ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറാവും. അങ്ങനെ പ്രൈസ് കൂടി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അത് സെല്ല് ചെയ്യും. ഓക്കെ, വില കൂടി നിൽക്കുമ്പോൾ അവർ വിൽക്കാനല്ലേ നോക്കത്തുള്ളൂ. അങ്ങനെ വില കൂടി നിൽക്കുമ്പോൾ ഇവര് വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡോളറിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവും. കാരണം എന്താ? ഇത് ആരാ വിൽക്കുന്നത്? ഇത് ഫോറിനേഴ്സാ. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്
ആണ് കുറഞ്ഞു പോകുന്നത്. ഓക്കെ, അവരത് വിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ പോകുമ്പോൾ അവര് ഇത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവരുടെ ഡോളറുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ ഡോളറിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഡോളറിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡോളറിന്റെ സപ്ലൈ കുറയും. ഡോളറിന്റെ സപ്ലൈ കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡോളറിന്റെ പ്രൈസ് കൂടും. സപ്ലൈ കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡോളറിന്റെ പ്രൈസ് കൂടും. ഡോളറിന്റെ പ്രൈസ് കൂടുക വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്ത്യൻ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യും. കാരണം എന്താ? എന്തിന്റെ വിലയാ കൂടിയത്? ഡോളറിന്റെ വിലയാ കൂടിയത്. ഇന്ത്യൻ റുപ്പിയുടെ വില കുറഞ്ഞു. ഇന്ത്യൻ റുപ്പിയുടെ വില കുറയുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ റുപ്പിക്ക് ഡിപ്രിസിയേഷൻ ആണ് സംഭവിച്ചത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ദേശത്തിലേക്ക് എത്തി. ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷനെ അത് കാരണമാകും. ഓക്കെ, ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ അത് കാരണമാകും. ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷനെ തടയാൻ എടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇതാ അല്ലെ. ഈ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്ത്യൻ റുപ്പിക്ക് ഡിപ്രിസിയേഷൻ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ചോദ്യത്തിനനുസരിച്ച് ആൻസറിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷനെ തടയാൻ സാധ്യത ഇല്ലാത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ നോളജ് വെച്ച് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒന്നിലധികം ക്വസ്റ്റ്യൻസ്, 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇതിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഓക്കെ, ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും കിട്ടും. ഓക്കെ, അപ്പം എന്താണ് ഇപ്പം ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തത് കുറെ കൂടിയൊക്കെ പറയാനായിട്ടുണ്ട്. അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ്, മസാല ബോണ്ട്, അതിനെ കുറിച്ചൊക്കെ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരാനായിട്ട് പറ്റും. ഇവിടെ പറ്റുന്ന പോലെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ, അപ്പോൾ ക്ലാസ്സുകൾ പാരലായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ താമസമാണ് കൂടുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. ക്ലാസ്സിൽ കൂടാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.